ഈശോയിലേറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് യാത്ര പോയെന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള 10ാമത്തെ ചിന്ത, നമുക്ക് തിടുക്കം ഉണ്ടാകട്ടെ. തിടുക്കമെന്ന വാക്കിന് 3 അർത്ഥം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 1 ലക്ഷ്യബോധം, 2 പ്രത്യാശ, 3 കഠിനാധ്വാനം. നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാകണം. ലക്ഷ്യം കൈപ്പിടിയിൽ ഒതുക്കാൻ കഠിനാധ്വാനം ഉണ്ടാകണം. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഇന്ധനമായിട്ട് പ്രത്യാശ ഉണ്ടാകണം. ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രത്യേകത, നമുക്ക് ലക്ഷ്യമില്ല, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുമില്ല, പ്രത്യാശയോടുകൂടെ പ്രവർത്തിക്കുന്നുമില്ല. ഞാൻ ഒരിക്കലും കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പിതാവ് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പരീക്ഷ ജയിക്കാൻ. പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കുട്ടികൾ പറഞ്ഞു, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ പരീക്ഷ ജയിക്കും. ഇല്ല പ്രിയമുള്ളവരെ, ഇത് തെറ്റായ ധാരണയാണ്. കഷ്ടപ്പെടാതെ കിരീടം കിട്ടുകയില്ല. കാൽവരി കയറാതെ ഉത്ഥാനം ഉണ്ടാകില്ല. മരിക്കാതെ ഉയർപ്പിന്റെ കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കഠിനാധ്വാനവും തിടുക്കവും ലക്ഷ്യബോധവും ഒക്കെയുള്ള ഒരു കാലാവസ്ഥ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകണം. ക്രിസ്മസിന്റെ ഒരു പ്രത്യേകത, ഒരു ദിവസം കൊണ്ട് ആരും പുൽക്കൂട് ഉണ്ടാക്കാറില്ല, പല ദിവസങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ യാത്ര ചെയ്യാൻ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കാം.